ഹായ് നമസ്കാരം. എൻട്രാക്കൾട്ട് എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ലൊക്കേഷൻ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അത് പിക്ചർ ക്ലാരിറ്റി കുറച്ചും കൂടി കിട്ടിക്കോട്ടെ, അതുപോലെ തന്നെ ഓഡിയോ ക്ലാരിറ്റിയും കുറച്ചും കൂടി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കുറച്ച് നേരത്തെയാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. നാളെ നിങ്ങൾക്കൊരു വീഡിയോ തരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതായത് നാളെ എന്ന് പറയുന്നത് സാറ്റർഡേ ആണ്. അപ്പൊ എനിക്ക് സാറ്റർഡേ ആണെങ്കിൽ ഒരു സെഷനിൽ പങ്കെടുക്കാനുണ്ട്. അപ്പൊ എനിക്ക് വീഡിയോ റെക്കോർഡിങ് കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പൊ പറഞ്ഞ വാക്ക് പാലിക്കേണ്ട, അതുകൊണ്ട് നേരത്തെ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നാളെ കിട്ടാവുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഇന്നത്തെ വീഡിയോന്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യത്തിലെ ഞാൻ നമ്പൂതിരിമാരെ കുറിച്ച് അല്ലെങ്കിൽ ബ്രാഹ്മണന്മാരെ കുറിച്ചിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് അമ്പലവാസികൾ, മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് മലബാറിലെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് വളരെ ചുരുക്കിയാണ് ഞാൻ ഇവിടെ പറയുന്നത്, വിശാലമായിട്ടൊന്നും പറയുന്നില്ല. ഹിന്ദുക്കളിലെ ജാതികളെ കുറിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 10 ദിവസം കണ്ടിന്യൂസ് വീഡിയോ ചെയ്താലും തീരില്ല. അപ്പൊ അതുകൊണ്ട് ചെറിയ ഓരോ ഭാഗങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഓരോ ജാതിക്കും എല്ലാ ജാതികളും അവനവന്റെ ജാതി ശ്രേഷ്ഠമാണെന്ന് കണക്കാക്കുന്നവരാണ്. അപ്പൊ മറ്റൊരു ജാതിയെ ചിലപ്പോൾ അവർ ശ്രേഷ്ഠമായി കണക്കാക്കാൻ മടിച്ചെന്നും വരാം. അപ്പൊ കുറെ വിമർശനങ്ങളൊക്കെ വരുന്നത് സ്വാഭാവികമാണ്. എനിക്ക് കിട്ടിയ വിവരങ്ങൾ അതിന് എനിക്ക് സോഴ്സും ഉണ്ട്, അതാണ് ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നത്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അത് ഈ ട്രാൻസ്ലേഷൻ വന്നപ്പോ തെറ്റിപ്പോയതാണ്. അതായത് മാരാരെ കുറിച്ച് പറഞ്ഞിരുന്നു അമ്പലവാസിയോട് ബന്ധപ്പെട്ടിട്ട്. അതിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മാരൻ അല്ലെങ്കിൽ മറയൻ എന്ന് പറഞ്ഞിട്ട് ഞാനത് കൊടുത്തിരുന്നു. അത് ഇംഗ്ലീഷിലുള്ള വേർഡ് അങ്ങനെ അങ്ങോട്ട് ഉച്ചരിച്ചു പോയതാണ്. അപ്പൊ ദയവായി ക്ഷമിക്കുക. അത് മാരാരെ കുറിച്ചിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്പ്യാരെ കുറിച്ച് പറഞ്ഞിരുന്നത്, നമ്പ്യാരിൽ ഒരു വിഭാഗം ഈ അമ്പലത്തിനോട് ബന്ധപ്പെട്ടാണ്. ഈ ഒരു അമ്പലവാസി എന്നല്ല പറയുന്നത്, അമ്പലത്തിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലാണ് ഇവരൊക്കെ പങ്കെടുത്തിരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. ഇപ്പൊ നമ്മൾ പഠിച്ചത് നമ്പിടി, അതുപോലെ തന്നെ ഇളയത്, അതേപോലെ തന്നെ മൂസത്ത് എന്ന് പറഞ്ഞിട്ട് വേറൊരു വിഭാഗമുണ്ട്. അതായത് ഊരിൽ പരീക്ഷ മൂസത്ത് എന്നാണ് പറയാ. ഇവര് സർജൻസ് ആയിരുന്നു. സർജൻസ് എന്ന് പറഞ്ഞാൽ വൈദ്യന്മാരായിരുന്നു ഇവര്. പക്ഷെ ഇവര് ബ്രാഹ്മണന്മാരുടെ എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്യുമെങ്കിലും ഇവര് തമ്മിൽ പരസ്പരം മാരേജ് ഒന്നും കഴിക്കില്ല. പിന്നെ അതുപോലെ തന്നെ ഇവര് നമ്പൂതിരിമാരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യും. അപ്പോ അതാണ് വേറൊരു കാര്യം. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നത് തീയത്തുണ്ണി അല്ലെങ്കിൽ തീത്തുണ്ണി എന്ന് പറയുന്നത്, അത് ആ രേഖയിൽ, അതായത് ലോകൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സ്യൂഡോ ബ്രാഹ്മൺ എന്നാണ്. സ്യൂഡോ ബ്രാഹ്മൺ എന്ന് പറയുന്ന ബ്രാഹ്മണ അല്ല, പക്ഷെ ബ്രാഹ്മണനാണെന്ന് അവർ കരുതുന്നു എന്നതാണ്. അതാണ് അപ്പൊ വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ മുഴുവൻ കാര്യങ്ങളൊന്നും പറയുന്നില്ല, കാരണം അതിന് മുമ്പ് നമ്മൾ അരിയിട്ടുവാഴ്ചയെ കുറിച്ചിട്ട് ഒന്ന് പറഞ്ഞിരുന്നു. പൂമുള്ളി മനയെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പന്നിയൂർ കൂറുകാര് അതുപോലെ ചൊവ്വാരം കൂറുകാർ തമ്മിലുള്ള കൂറു മത്സരം പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ ഈ നമ്പൂതിരിമാരെ കുറിച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ വീണ്ടും അത് കേട്ടിട്ടുള്ള ആളുകൾക്ക് അതൊരു ബോറടി വേണ്ട എന്ന് വെച്ചിട്ടാണ് ആ ഭാഗങ്ങൾ പറയാത്തത്. അപ്പോ കാണാത്തവരുണ്ടെങ്കിൽ പുതിയ ആൾക്കാരെ പുതുതായിട്ട് വീഡിയോ കാണുമ്പോഴാണ് കൂടുതലായിട്ട് സംശയം ഉണ്ടാകുന്നത്. നിങ്ങൾ വിമർശിച്ചോ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പുതിയ അറിവ് നൽകുന്നതാണെങ്കിൽ സന്തോഷം. പിന്നെ കമന്റുകൾ ചെയ്യുമ്പോൾ 100 വേർഡിൽ കൂടുതൽ കമന്റ് ചെയ്യുന്ന സമയത്ത് അത് ഞാൻ ഫിൽട്ടർ ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ പോയി കിടക്കും. അപ്പൊ എനിക്കത് കാണാൻ കഴിയില്ല. അപ്പൊ ചെറിയ ചെറിയ കമന്റുകളായിട്ട് തരിക. പരമാവധി ഞാൻ മറുപടി തരാതെ, എനിക്ക് ചിലപ്പോൾ തിരക്കിൽ പെടാറുണ്ട്. അതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ മറുപടി തരാം എന്നുള്ള രീതിയിലാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ വിഷയത്തിൽ ഞാൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ലോകന്റെ ഇതിലൊരു സെൻസസ് കൊടുത്തിരുന്നു, അതിന്റെ റിപ്പോർട്ട്, ഏതൊക്കെ ജാതികളാണ് ഉണ്ടായിരുന്നത് എന്തൊക്കെയാണെന്നുള്ളത്. അതില് ഒരു ജാതി കൊടുത്തിരിക്കുന്നത് കള്ളൻ എന്ന് പറഞ്ഞിട്ടൊരു ജാതിയുണ്ട്. അപ്പൊ എനിക്കതൊരു രസകരമായിട്ട് തോന്നി. അപ്പൊ അത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഈ നമ്പൂതിരിമാരെ കുറിച്ചിട്ടുള്ളതിൽ ഒന്നുകൂടി പരാമർശിച്ച് ഞാൻ അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ. പിന്നെ ചില പരാമർശങ്ങൾ അത് ആരെയും അതൃപ്തിപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, പൊതുവായിട്ട് കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ അഭിപ്രായങ്ങളും കാര്യങ്ങളും അതിൽ എഴുതി വെക്കപ്പെട്ടതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഉദ്ധരിച്ച് പറയുന്നത്. അപ്പൊ ഈ നമ്പൂതിരീസ് എന്ന് പറയുന്നത് വേദിക് ബ്രാഹ്മണന്മാരായിരുന്നു. വേദിക് ബ്രാഹ്മൺസ് എന്ന് പറയുന്നത് 2 തരമായിരുന്നു ഉണ്ടായിരുന്നത്. ആ 2 തരം വേദിക് ബ്രാഹ്മൺസിൽ ഒരു വിഭാഗം ഋഗ്വേദവും മറ്റൊരു വിഭാഗം യജുർവേദവും പ്രാക്ടീസ് ചെയ്യുന്നവരായിരുന്നു. ഈ വേദങ്ങളൊന്നും പ്രാക്ടീസ് ചെയ്യാത്ത ആൾക്കാരും ഉണ്ടായിരുന്നു. കുറച്ച് വിവരങ്ങൾ കിട്ടാത്ത, അതിന്റെ സെൻസസ് ആ റിപ്പോർട്ട് ഞാൻ ഇതിൽ പറയുന്നില്ല. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ യാഗങ്ങൾ ചെയ്യാൻ അനുവാദമുള്ളവരും ഇല്ലാത്തവരും ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ മറന്നുപോയി.
വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. കമന്റ് ഒക്കെ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. അത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോ ഈ പഠിച്ച തൊഴില് അതില് ആ തൊഴിലില് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അതേസമയം യാഗങ്ങൾ നടത്താനുള്ള അവകാശങ്ങൾ അങ്ങനെ ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ഇത് തന്നെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. മന്ത്രവാദിമാരുണ്ടായിരുന്നു, ജ്യോതിശാസ്ത്രം ഉണ്ടായിരുന്നു, അതിത്തിരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഈ സേക്രഡ് ഫയർ, അതുപോലെ അത് പ്രിസർവേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അതിനെയാണ് അതിത്തിരി എന്ന് പറയുന്നത്. പിന്നെ ആക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു, സർജിയൻസ് ഉണ്ടായിരുന്നു, പിന്നെ പ്രീസ്റ്റ് ഉണ്ടായിരുന്നു. ഈ പ്രീസ്റ്റ് എന്ന് പറയുന്നത് പുരോഹിതന്മാരാണ്. നമ്പൂതിരി അവര് ആ അമ്പലങ്ങളിൽ വരുന്ന ഏറ്റവും ദരിദ്രരായ ആളുകളായിരുന്നു ഈ ഒരു തൊഴിൽ, ഈ വൃത്തിയിൽ വന്നിരുന്നത്. അത് തന്നെ വലിയ വലിയ അമ്പലങ്ങളില് പൂജാരിമാരും അതുപോലെ ചെറിയ ചെറിയ അമ്പലങ്ങളിലെ പൂജാരിമാരും തമ്മിൽ ചെറിയൊരു ഇതുണ്ടായിരുന്നു, കാരണം വരുമാനത്തിനെ അടിസ്ഥാനമാക്കിയിട്ട്. പിന്നെ വേറൊരു വിഭാഗമുണ്ട്, നമ്പ്യാതിരി എന്ന് പറഞ്ഞു. ഞാനതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അവർ ആയുധപാണികളായിരുന്നു. ആയുധപാണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുധം ധരിക്കുന്നവരാണ്. അപ്പൊ ഇവരുടെ ചീഫായിട്ടുള്ളത് ഇടപ്പള്ളി നമ്പ്യാതിരി ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ. പക്ഷെ ഇതൊരു തൊഴിലല്ല. അപ്പൊ അവരും ഇതിൽ പെടും. പിന്നെ ഈ യഥാർത്ഥത്തിൽ ഈ വേദിക് ബ്രാഹ്മിൺസ് ആണ് ഇവിടെ ഇത് ഇമ്പോർട്ട് ചെയ്തത്. ഏത് ഈ കാസ്റ്റ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ കൊണ്ടുവന്ന ആൾക്കാർ ഈ വേദിക് ബ്രാഹ്മിൺസ് ആണ്. എന്ന് പറഞ്ഞാൽ ബ്രാഹ്മിൺസ് 18ാം നൂറ്റാണ്ട് വരെ അത്ര വലിയ ശക്തമൊന്നും ആയിരുന്നില്ല. പിന്നീടാണ് ഇവർ ശക്തരായിട്ട് മാറിയത്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. വളരെ ലളിത ജീവിതം നയിക്കുന്നവരായിരുന്നു ഇവർ ഉണ്ടായിരുന്നത്. അപ്പോ ഈ ഹയർ ഫെയ്ത്ത് അല്ലെങ്കിൽ ഹയർ ക്ലാസ് ഉണ്ടാക്കി കൊണ്ടുവന്നത്, അതായത് ഇവര് ഒരു കുത്തക അവകാശം വെച്ചിരുന്നു. സാൻസ്ക്രിറ്റ് ഇവർക്ക് മാത്രമേ പഠിക്കാൻ പാടുള്ളൂ. അപ്പൊ എന്താണ് നടക്കുന്നത് എന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയില്ല. അപ്പൊ മറ്റുള്ളവർ അജ്ഞതര അല്ലെങ്കിൽ എന്താ പറയാ ഇലിറ്ററേറ്റ് ആയിട്ട് മാറി. അതേപോലെ തന്നെ ഈ സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള ബിലീഫ്സ് കണ്ടമാനം ഉണ്ടായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധവിശ്വാസങ്ങൾ. അതേപോലെ തന്നെ ഈ സാധാരണ ആളുകള് ഇവര് ദൈവത്തിനും അതായത് മനുഷ്യനും ഇടയ്ക്കുള്ള ഒരു മീഡിയേറ്റർ ആയിട്ട് കാണാൻ തുടങ്ങി. അപ്പൊ ഇതിലെ ഈ അന്ധവിശ്വാസങ്ങൾ, ഈ വിശ്വാസത്തെയൊക്കെ ചിലരൊക്കെ ചൂഷണം ചെയ്തിരുന്നു. അപ്പൊ എന്തൊക്കെയോ ഇവർക്ക് അറിയാം എന്ന രീതിയിൽ. അപ്പൊ പരമാവധി ഈ രഹസ്യങ്ങളും ഇതൊന്നും മറ്റുള്ളവർക്ക് പാടില്ല എന്നാണ്. അതായത് ശൂദ്രൻ എന്ന് പറയുന്ന ഒരു വിഭാഗം വേദം അല്ലെങ്കിൽ ഇത് കേട്ടാൽ, സംസ്കൃതം കേട്ടാൽ തന്നെ ചെവിയിൽ ഈയമുരുക്കി ഒഴിക്കണമെന്നൊക്കെ ആയിരുന്നു അന്നത്തെ സങ്കല്പങ്ങൾ. അപ്പൊ ഞാനത് ആരും വിമർശിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഇതിൽ കണ്ടിട്ടുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വ്യക്തികള് പിന്നീട് ഇവര് പോപ്പ് എന്താ പറയാ മാർപ്പാപ്പ ആ ഭാഗത്ത് അന്ന് അറിയാലോ, യൂറോപ്പില് നടന്നിരുന്ന ആ രാജാക്കന്മാരെ നിശ്ചയിക്കുന്നത് പോലെ അവരായിരുന്നു. അതുപോലെ ഇവര് ശക്തരായിട്ട് വന്നു. പക്ഷെ 18ാം നൂറ്റാണ്ടിലാണ് ഈ ക്ലാസ് കുറച്ചും കൂടി വ്യക്തമായിട്ട് വന്നത്. അപ്പൊ ഇത് യഥാർത്ഥത്തില് ഇത് നമ്പൂതിരിമാരല്ലാത്ര ഇവിടെ ക്രിയേറ്റ് ചെയ്ത്, അങ്ങനെയും പറയുന്നുണ്ട്. യഥാർത്ഥത്തില് ഇത് ക്ഷത്രിയരുണ്ടാക്കിയ ഒരു ക്ലാസ് ആണ് എന്ന് പറഞ്ഞാൽ ഈ ക്ഷത്രിയരിൽ ഇനിയുണ്ട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇവിടെയുള്ള ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഈ നായർ എന്ന് പറയുന്നത്. അവര് യഥാർത്ഥത്തില് അവര് ശൂദ്രരിലാണ് പെടുത്തിയിരിക്കുന്നത്. ഈ ശൂദ്രർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തില് ഒരു 4th ക്ലാസ് ആണ്. അപ്പോ ഈ 4th ക്ലാസ് ആയിട്ടുള്ള ഒരാൾക്കാർക്ക് എങ്ങനെ പ്രൊട്ടക്ടർ ആയിട്ട് നിൽക്കാൻ പറ്റും? അപ്പൊ ഇവിടെ യഥാർത്ഥത്തില് ഈ നായർ എന്ന വിഭാഗം എന്ന് പറയുന്നത് ശരിക്കും ക്ഷത്രിയരാകേണ്ട ആൾക്കാരായിരുന്നു. പക്ഷെ ക്ഷത്രിയരിൽ നിന്ന് അവരെ തരം താഴ്ത്തി വെച്ചതാണ്. അതിന്റെ കാര്യങ്ങൾ ഞാൻ കൂടുതൽ പറഞ്ഞുതരാം അതിന്റെ മുന്നേ വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ക്ലാസ് കൂടിയുണ്ട്, ഈഴവ അല്ലെങ്കിൽ തീയ. അതിനും വളരെ പ്രമുഖമായ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. പക്ഷെ എല്ലാം കൂടിയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ട് നീട്ടി കൊണ്ടുപോകുന്നില്ല. അതായത് ഇവർ അബോർജിനൽ ആയിരുന്നു. ഈ നായർ എന്ന് പറയുന്നത് അബോർജിനൽ ആയിരുന്നു. അബോർജിനൽ ആയതുകൊണ്ടാണ് അവരെ ശൂദ്രരിൽ പെടുത്തിയത്. പിന്നെയുള്ള ആൾക്കാർക്കൊക്കെ ഔട്ട് ക്ലാസ്, അതായത് കാസ്റ്റ്ലെസ് എന്ന് പറയും, അതായത് ജാതി ഇല്ലാത്ത ഒരു വിഭാഗം. അപ്പോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും അന്ന് നിലനിന്നിരുന്നത് പ്രാക്ടിക്കലായിട്ട് ഈ റൂളിംഗ് ക്ലാസ് ആയിട്ട് ഉണ്ടായിരുന്നത് നായന്മാരായിരുന്നു. അതായത് അവർ ക്ഷത്രിയരായിട്ട് മറ്റവർ അംഗീകരിച്ചിരുന്നെങ്കിലും അതായിരുന്നു ഇവിടെ പ്രാക്ടിക്കലായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്, ഈ നേരത്തെ ഞാൻ പറഞ്ഞ ആര്യൻസ് ഇവരെ അംഗീകരിക്കാൻ അല്ലെങ്കിൽ അത് ഡിക്ലെയർ ചെയ്യാൻ വളരെയധികം അവര് മടിച്ചു നിന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്ന അന്നുണ്ടായിരുന്ന
ഒരു ഡിവിഷൻ ഉണ്ട്. അതായത് ഏതൊക്കെ തൊഴിലുകളാണ് അന്ന് ഉണ്ടായിരുന്നത് മലബാറിൽ എന്നുള്ളത്. ഇതിൽ കുറച്ച് പേര് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, വില്യം ലോഗൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ചിലരൊന്നും മലബാറിൽ പെടുകയില്ല. എന്നാലും ഞാൻ പറയാം, ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു ഇതായിട്ട്, അതായത് ഗോഡ് കമ്പലേഴ്സ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഈ മാൻ ഓഫ് ഏർണിംഗ് എന്നാണ്. അതായത് ഇവര് നല്ല പഠിച്ച, നല്ല ഏറ്റവും ഉയർന്ന ക്ലാസ് ആയിട്ട് കണക്കാക്കുന്നവര് ബ്രാഹ്മണനാണ്. അതിന്റെ എണ്ണമൊക്കെ കൊടുത്തിട്ടുണ്ട്, ഞാൻ മൊത്തം എണ്ണയെ പറയുന്നുള്ളൂ. അത് ഡിവിഷൻ 1. നമ്മൾ പറയില്ലേ ഗ്രേഡ് 1 ഗ്രേഡ് 2 എന്നൊക്കെ പറഞ്ഞത്. അതുപോലെ ഡിവിഷൻ 2 വരുന്ന ആൾക്കാരാണ് ഈ പ്രൊട്ടക്ടർ ഓർ ഗവേണിംഗ് ക്ലാസ് എന്ന് പറയുന്നത്. പ്രൊട്ടക്ടർ ഓർ ഗവേണിംഗ് ക്ലാസ്സിൽ വരുന്നതാണ് ഈ മറവൻ എന്ന് പറയുന്നത്. ഈ മറവൻ എന്ന് പറയുന്നത് ശരിക്കും തമിഴ് വാച്ചേഴ്സ് ആണ്. അതിലിങ്ങനെ ഇതിൽ വന്ന് പെട്ടു എന്നല്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ചിലതൊന്നും ഇതിൽ പെടില്ല എന്ന്. പിന്നെ വരുന്നത് മൂത്രച്ച, അതും തമിഴ് വാച്ചേഴ്സ് ആണ്. പിന്നെ വരുന്നതാണ് നായർ. നായർ എന്നുള്ളത് മിലീഷ്യ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ശരിക്കും ഇവർ സോൾജേഴ്സ് ആണ്, പ്രൊട്ടക്ടേഴ്സ് ആണ്, അങ്ങനെ നിർത്തിയിട്ടുണ്ട്. പിന്നെ രജപുട്ട് പറഞ്ഞിട്ടുണ്ട്. രജപുട്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല, പക്ഷെ 362 പേരുണ്ടായിരുന്നു എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ ഡിവിഷൻ 3 വരുന്നത് ദ ട്രേഡേഴ്സ്, അതായത് കച്ചവടക്കാരായിട്ടുള്ള ആൾക്കാർ. അത് ബലിജ എന്ന് പറയുന്ന ഒരു വിഭാഗം, ഒക്കെ തെലുങ്കാണ്. കോമതി, ഷെട്ടി, ഇതൊക്കെ തമിഴാണ്. പിന്നെ വണിയൻ, ഗണ്ടു, പിന്നെ വണ്ണിയൻ എന്ന് പറയുന്നതൊക്കെ തമിഴ് തന്നെയാണ്. ഇവരൊക്കെ ആയിരുന്നു ഡിവിഷൻ 3 ഉണ്ടായിരുന്നത്. ഇനി അതിൽ തന്നെ എയും ബിയും തിരിച്ചിട്ടുണ്ട്. എയിൽ പെട്ടതാണ് ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത്. ബിയിൽ പെട്ടിരിക്കുന്നത് അഗ്രികൾച്ചർ, അതായത് കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാര്. അതിലെ ഒന്ന് പറയണ അകാമുടയം. അകാമുടയൻ എന്ന് പറയുന്നത് തമിഴാണ്. പിന്നെ ഗോള, ഇടയാർ. ഇത് ഹെഡ്സ്മാൻ എന്ന് പറയുന്നത് നമ്മളെ കാലി ഇതൊക്കെ നോക്കുന്ന ആൾക്കാര്. ഗൗഡർ. പിന്നെ കുറുമ്പർ എന്ന് പറയുന്നത് ജംഗിൾമാൻ ആണ്, കാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. പിന്നെ കുറുമ്പ, ഗൊല്ല, അവരും ഇതേ കാറ്റഗറി തന്നെ പെടും. പിന്നെ പടയാച്ചി, റെഡ്ഡി, പിന്നെ അതുപോലെ ഷാനൻ ഓർ ഇടിക, തീയൻ ഓർ ഇളവൻ. അതായത് തീയർ ഓർ ഇഴവൻ എന്നാണ്. അത് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഇളവൻ എന്നൊക്കെയാണ് എഴുതുക. അത് ശരിക്കും പറഞ്ഞാൽ തീയര് പ്ലാന്റേഴ്സ് ആയിരുന്നു അവര്. യഥാർത്ഥത്തില് തോട്ടക്കാര്, അതെങ്കിലും അവരാണ് വെച്ച് പിടിപ്പിച്ചതും കാര്യങ്ങളൊക്കെ. പിന്നെ വെള്ളാളൻ വരുന്നുണ്ട്. വെള്ളാളൻ അത് അവര് ഇറിഗേറ്റേഴ്സ്, വെള്ളം, അതായത് ഈ ജലത്തിനോട് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒരു പക്ഷെ കിണർ കുഴിക്കുന്നതും കുളം കുഴിക്കുന്നതും വേറെ ഉണ്ട് കേട്ടോ, എന്നാലും ഇവർ അതിനോടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ യാദാവുള്ളു ഇതൊക്കെ തെലുങ്കാണ് അതിന്റെ ഉള്ളിൽ വരുന്നത്. പിന്നെ പള്ളി എന്ന് പറയുന്നത് ഇതിപ്പോ 4th ക്ലാസ് ആണ് ഞാൻ പറയുന്നത്, സർവീസ് ക്ലാസ് ആണ്. ഇവരെയാണ് ഈ കാസ്റ്റ്ലെസ് ആയിട്ട് ചില ആൾക്കാര്, ഇത് കാസ്റ്റ് ഉള്ളവരാണ്. അടുത്തത് വരുന്നതാണ് കാസ്റ്റ് ഇതില്ലാത്തത്, അത് ഞാൻ വേറെ പറഞ്ഞുതരാം. ഈ സർവൈൽ ക്ലാസ്സിൽ വരുന്നത് എല്ലാവരും സേവിക്കാനുള്ളവരാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു പള്ളി എന്ന് പറയുന്നത് പ്ലോമാൻ ആണ്, അതായത് ഉഴുന്ന ആൾക്കാര്. പറയൻ, ഈ പറയൻ എന്ന് പറയുന്നത് സ്ലേവ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അമ്പട്ടൻ എന്ന് പറയുന്നത് ബാർബർ ആണ്. പിന്നെ അതുപോലെ തന്നെ ഓഡാർ എന്ന് പറയുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റ് കോസ്റ്റ് പെട്ടതാണ്, കാരണം അവർ കിണർ കുഴിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഉപരവൻ, അവരും ഈ കിണർ കുഴിക്കുന്നവരാണ്. പിന്നെ വണ്ണാൻ എന്ന് പറയുന്നത് വാഷർമാൻ ആണ്, അതായത് അലക്കുകാര്. പിന്നെ ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ക്ലാസ്സുകളിലും ഈ പെട്ട എല്ലാവർക്കും ഈ അലക്കാൻ വേണ്ടിയിട്ട് അവർ പോവൊന്നുമില്ല. ഇനി ഡിവിഷൻ 5 വരുന്നുണ്ട്, 5ാമത്തെ ഡിവിഷൻ, ഏറ്റവും താഴെ. പക്ഷെ അതില് മെക്കാനിക്സും ഹാൻഡിക്രാഫ്റ്റ്സിനെയും പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാ പഠിപ്പിച്ചിരിക്കുന്നത്? ദേവങ്കലു, തെലുങ്കാണ്. പിന്നെ കൈക്കാലർ, അവർ ശരിക്കും വീവേഴ്സ് ആയിരുന്നു. പിന്നെ കാംസലാർ, കമ്മളാർ എന്ന് പറയും, ഇവരാണ് കാർപ്പൻറ്റർ. അതുപോലെ തന്നെ സ്റ്റോൺ മേസൺസ്, കല്ലാശാരികൾ എന്ന് പറയില്ലേ, ഗോൾഡ് സ്മിത്ത്, അതുപോലെ തന്നെ ബ്ലാക്ക് സ്മിത്ത് ഒക്കെ ഇതിൽ പെടും. പിന്നെ വരുന്നത് കുംഭാരനാണ്. കുംഭാരൻ എന്ന് പറയുന്നത് നമുക്കറിയില്ല, പോട്ട് മേക്കിംഗ് ചെയ്യുന്ന ആൾക്കാരാണ് കുംഭാരൻ എന്ന് പറയുന്നത്. പിന്നെ മടിക എന്ന് പറയുന്നത് ഈ ലെതറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, തോൽപ്പണി ചെയ്യുന്ന ആൾക്കാർ. പിന്നെ സാലി, അത് വീവേഴ്സ് ആണ്. പിന്നെ ശനിയൻ എന്ന് പറയുന്നത് തമിഴ് വീവറിൽ പെട്ടിട്ടുള്ളതാണ്. ഇത്രയാണ് ഈ മലബാറിലത്തെ അന്നത്തെ ഇതിൽ പറയുന്നത്. പക്ഷെ ഇതില് വേറൊരു തമാശ ഇതിൽ പറയണത്, ഇനി ഒരു ഗ്രൂപ്പ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം അതാരാന്നുള്ളത്. അതായത് ഡിവിഷൻ 6 വരുന്നവരാണ്. അത് മിസലേനിയസ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് അമ്പലാക്കാരം എന്ന് പറഞ്ഞാൽ തമിഴിന്റെ ചീഫ് ഓഫ് കല്ലാർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടതുകൊണ്ട് അത് ഉറപ്പില്ല. പിന്നെ ബെസ്റ്റ് ഓർ വെളയൻ എന്ന് പറയുന്നത് മുക്കുവരെയാണ് പറയുന്നത്, ഫിഷർമാൻ. പിന്നെ ലിംഗധാരി എന്ന് പറയുന്നത് ഇവർക്ക് കാസ്റ്റ് ഇല്ല,
ഇവർക്ക് കാസ്റ്റ് ഇല്ല. അപ്പോ കാസ്റ്റ് ഇല്ല എന്ന് പറയുമ്പോൾ ഇവര് ഈ ഇതൊക്കെ അതായത് ലിംഗാവൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് മാത്രം കൊടുത്തിരിക്കുന്നത്. അവന് കല്ലിൽ വേറെ എന്തെങ്കിലും പണിയുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. പിന്നെ കള്ളൻ, ഇതാണ് ഞാൻ പറഞ്ഞത്. അതായത് തമിഴത്തെ വേർഡാ കള്ളൻ എന്ന് കൊടുത്തിരിക്കുന്നത്. തമിഴിലുണ്ടായിരുന്ന തീഫ അത്ര ഇവര്. റോബേഴ്സിന് അവർക്ക് ഒരു ജാതി വേറെ ഉണ്ട്. പിന്നെ ശംഭദാവൻ, അതായത് ശംഭദാവൻ എന്ന് പറയുന്നത് ഈ ഫിഷർമാൻ അല്ലെങ്കിൽ ഈ മുക്കുവരത്തിന് പെടുന്ന വേറൊരു വിഭാഗമാണ്. ഇത്രയാണ് ഈ മലബാറിലുണ്ടായിരുന്ന കാസ്റ്റിൽ. അപ്പൊ വില്യൻ ലോകം തന്നെ പറഞ്ഞിട്ട് മുഴുവൻ പേരും മലബാറിലുള്ളവരൊന്നുമല്ല, കുറച്ച് പേര് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ്. അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഈ മലയാളികൾക്ക് അന്ന് പ്രധാനമായിട്ട് ഈ ഐറ്റം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരുന്നു. അപ്പൊ ഓരോരുത്തർക്കും എത്ര അടി അകലം നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രത്യേകിച്ച് 2 ഡിവിഷനിലാണ്. ആദ്യത്തെ ഒന്നാമത്തെ, അതായത് ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് നായടി, ഞാൻ നേരത്തെ പറഞ്ഞു. ഡോഗ് ഈറ്റേഴ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നായകളെ അവർ വേട്ടയാടി ഭക്ഷിച്ചിരുന്നു എന്നാണ്. 72 അടി ഈ പറയുന്ന സവർണർ എന്ന് പറയുന്ന ആൾക്കാരിൽ നിന്ന് 72 അടി, അതായത് പ്രത്യക്ഷ നമ്പൂതിരിമാരിൽ നിന്ന് മാറി നിൽക്കണം. പിന്നെ വരുന്നതാണ് പുലയൻ. ഇവരെ അഗ്രസീവ് സ്ലേവ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അവർ 64 അടി. പിന്നെ അത് കണിശൻ. കണിശൻ എന്ന് പറയുന്നത് അസ്ട്രോളജർ ആണ്. അതായത് ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ, അതായത് രാശി ഒക്കെ വെച്ച് പറയുന്ന, ഭാവി പ്രവചിക്കുന്ന ആൾക്കാർ. അവർക്ക് അവരുടെ എണ്ണം കൊടുത്തിരിക്കുന്ന അന്ന് കൊടുത്തിരിക്കുന്ന 36 പിന്നെ വരുന്ന മുക്കുവനാണ്. അത് തന്നെ അറിയാലോ. അപ്പോ ഇനി സെക്കൻഡ് ക്ലാസ് വരുന്നുണ്ട്. 2ാമത്തെ ക്ലാസ്സിൽ വരുന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. മുഹമ്മഡൻസ്, ക്രിസ്ത്യൻസ്, ഫോറിൻ ഹിന്ദുസ്. ഇവരെ തൊട്ടാ മാത്രമേ അയിത്തുള്ളൂ. അപ്പൊ ഈ അവർണരായിട്ടുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഹിന്ദുവിൽ നിന്ന് പോയി മറ്റു മതങ്ങളിലേക്ക് പോകാനുള്ള കാരണം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാലോ. കാരണം അവർ തൊട്ടാൽ മാത്രമാണ് അയിത്തം. അപ്പോൾ അയിത്തം ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും കുറച്ചും കൂടി ഭേദമാണ്. പിന്നെ ഇത് വേറെ ചില പ്രശ്നങ്ങളുണ്ട്. അന്നത്തെ കാലത്ത് ഈ ബ്രിട്ടീഷുകാരൊക്കെ വന്ന സമയത്ത് യൂറോപ്യൻ ഡോക്ടേഴ്സ് വന്ന് ചികിത്സിക്കുന്ന സമയത്ത് ഈ തൊട്ടാ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവർക്ക് തൊടാതെ ഡോക്ടേഴ്സിന് ചികിത്സിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഇതിൽ കുറച്ചുകൂടി ഇളവ് വന്നു. ഇതാണ് അതിൽ പറയുന്നത്. അപ്പൊ പിന്നെ ഈ കുളിച്ചു കഴിഞ്ഞാൽ ഈ അയിത്തം പോകുന്നതാണ്. അല്ലെങ്കിൽ ഗംഗയിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം തെളിച്ചാലും ചിലപ്പോൾ ഇതിന് പോകും. ഇങ്ങനെയുള്ള അയിത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വളരെ ചുരുക്കമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുള്ളൂ. ഞാൻ വിശദമായിട്ട് ഈ നായതിനെ കുറിച്ചിട്ടും മറ്റ് ജാതിയിലുള്ള ആൾക്കാരെ കുറിച്ചിട്ടും വിശദമായ ഒരു വീഡിയോ നമുക്ക് മൺഡേ അടുത്ത തിങ്കളാഴ്ചക്ക് തരാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ മറക്കാതെ നിങ്ങൾ ആ വീഡിയോ കാണുക. ഇന്നത്തെ വീഡിയോയില് കുറച്ച് ഇൻഫർമേഷൻ എനിക്ക് തരാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.